ഓക്കെ. ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? ടെക്സ്റ്റ് കാണുന്നുണ്ടോ? ഇല്ല, ടെക്സ്റ്റ് കണ്ടിട്ടില്ല. ടെക്സ്റ്റ് കാണുന്നില്ല അല്ലേ? ഏത്? അതാണ് കാണുന്നത്. അറബിക് കോഴ്സിൽ ആ ഫസ്റ്റത്തെ അതെ ആ ഓറഞ്ച് കളറിലുള്ള ഓറഞ്ച് കളർ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഇപ്പൊ കാണുന്നുണ്ടോ നിർത്തിയ സ്ഥലം? ഓക്കെ, വീഡിയോ കാണാം. എവരിതിങ് ഓക്കെ? ക്വസ്റ്റ്യനാണ് തുടങ്ങേണ്ടത്. ഓക്കെ, ഏതാ തുടങ്ങേണ്ടത്? 151 തുടങ്ങേണ്ടത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. അതെ, ആ പേജില് 9. ഖറജൽ മുദർരിസ്. അപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ജുംല ഇസ്മിയയെ കുറിച്ചാണ്. നോമിനൽ സെൻറ്റൻസസ്. അന്നുജുമു ജമീലത്തുൻ, അദ്ദുഖൂലു മംനൂഉൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദുഖൂലു ജുംല, അദ്ദുഖൂലു മുബ്തദ ആണ്, മംനൂഉ ഖബറാണെന്ന് പറഞ്ഞു. അൽബാബു മുഗലഖുൻ, അൽബാബ് എന്നത് മുബ്തദ ആണ്, മുഗലഖുൻ ഖബറാണ്. അപ്പോൾ നോമിനൽ സെൻറ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നാമവാക്യത്തിലെ, അറബി നാമവാക്യത്തിലെ നിർവചനം മുബ്തദ ഇസ്മായിരിക്കും. അതെ, ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് നാമവാക്യം. ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് നാമവാക്യം. അപ്പോൾ അതിന് മുബ്തദയും ഉണ്ടാവും, ഖബറും ഉണ്ടാകും. ഖബറും ഉണ്ടാകും. ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അടുത്ത, അതായത് there are 2 types of sentences. First one is nominal sentence, second one is verbal sentences. അപ്പോൾ അൽ ജുംലത്തുൽ ഫിഅലിയ്യ, അൽ ജുംലത്തുൽ ഫിഅലിയ്യ നമ്മൾ എന്താണ് അതിനെ നമ്മൾ വിശേഷണമാക്കിയല്ലേ പറയുന്നത്. അപ്പോൾ അൽ ജുംലത്തുൽ ഫിഅലിയ്യ. 9ാമത്തെ ക്വസ്റ്റ്യനിലെ ആ ആദ്യത്തെ വാക്കിന്റെ അർത്ഥം എന്താണ്? മയ്യിദ് എന്ന് എന്താണ് പറഞ്ഞത്? മയ്യിസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് അല്ലേ? ഡിഫറൻഷിയേറ്റ്, വേർതിരിച്ച് മനസ്സിലാക്കുക. മയ്യിസ്. ഓക്കെ, മയ്യിസ് അല്ലെങ്കിൽ വേർതിരിക്കുക. അൽ ജുംലത്തുൽ ഇസ്മിയ്യത മിനൽ ജുംലത്തിൽ ഫിഅലിയ്യതി. അപ്പോൾ ഫിഅലിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫിഅല് കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. ഫിഅല് കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഫിഅല് കൊണ്ട് തുടങ്ങിയാൽ ജുംല ഫിഅലിയാണ്, ഇസ്മ കൊണ്ട് തുടങ്ങിയാൽ ജുംല ഇസ്മിയയാണ്. വെരി ക്ലിയർ. ഓക്കെ. അപ്പോൾ ഖറജൽ മുദർരിസു എന്ത് തരം ജുംലയാണ്? ജുംലത്തുൽ ഫിഅലിയാണ്. കാരണം ഫിഅല് കൊണ്ട് തുടങ്ങിയ ഖറജ അൽ മുദർരിസു. അപ്പോൾ ഫിഅല് കൊണ്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും? അവിടെ എന്തൊക്കെ പാർട്ട് ഉണ്ടാവും? ഒരു ഫിഅല് ഉണ്ടായിരിക്കും, പിന്നെയുള്ളത് നാമമാവാം, ഫിഅലുണ്ടായിരിക്കും, പിന്നീട് ആ ഫിഅലിന്റെ ഫാഇലുണ്ടാകും. ഫിഅലിന്റെ ഫാഇൽ. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ടാകും, അതേപോലെ അതിന്റെ ഒബ്ജക്റ്റും ഉണ്ടെങ്കിൽ ഉണ്ടാകും. വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാകും. ഒബ്ജക്റ്റ് ആവശ്യമായ ക്രിയയാണെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാകും. അപ്പൊ ഖറജൽ മുദർരിസു, ഖറജ എന്ന് മാത്രം പറയുമ്പോൾ ഒരു സെന്റൻസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു വാക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഖറജ എന്ന് പറയുമ്പോൾ സെന്റൻസ് അല്ല, ഖറജൽ മുദർരിസു എന്ന് പറഞ്ഞപ്പോൾ സെന്റൻസ് ആയി. അല്ലാതെ ഇപ്പൊ ഖറജ എന്ന് പറയുമ്പോൾ അതിൽ ഹുവയുണ്ട്, പക്ഷെ അത് സെന്റൻസ് ഖറജ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പൂർണ്ണവാക്യമാകാം. ഐനൽ മുദർരിസു എന്ന് ചോദിച്ചു. അപ്പോ സ്റ്റുഡന്റ് പറഞ്ഞു ഖറജ്. അപ്പൊ എന്തായി? അപ്പൊ ആൻസർ ഹി വെന്റ് എന്ന് പറഞ്ഞോടുകൂടി ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോ കേൾക്കുന്ന ആൾക്ക് ഫേലിന്റെ ഫാലിനെ കിട്ടി അല്ലേ? കേൾക്കുന്ന ആൾക്ക് ഫാലിനെ കിട്ടി. പക്ഷെ സെന്റൻസ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സെന്റൻസ് കംപ്ലീറ്റ് ആണ്. സെന്റൻസ് മീനിങ് കംപ്ലീറ്റ് ആണ്, പക്ഷേ
ഒറ്റ വാക്കല്ലേ ഉള്ളൂ, ഒറ്റ കലിമത്ത് മാത്രല്ലേ ഉള്ളൂ, ഹറജ അല്ല അത് മാത്രം. ഖറജ ഒരു വാക്ക് പറഞ്ഞാലും ചിലപ്പോൾ സെന്റൻസ് ആകും, ആ ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞാലും സെന്റൻസ് ആകും. കേൾവിക്കാരന് ആശയം പൂർണ്ണമായും മനസ്സിലായെങ്കിൽ അത് സെന്റൻസ് ആകും. ഓക്കെ. ഉം. കാരണം ഹി എന്നത് അവിടെ നിന്ന് അണ്ടർസ്റ്റുഡ് ആകണം, അല്ലെങ്കിൽ ഹുവ എന്നത് അണ്ടർസ്റ്റുഡ് ആകണം. അപ്പോൾ അതിനുള്ള മുദ്രസ്യം എന്ന് ചോദിച്ചപ്പോൾ ഖറജ എന്ന് പറഞ്ഞു. അപ്പോൾ ഖറജ ഹുവ ഖറജ എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഹി വെന്റ് എന്നല്ലേ പറയേണ്ടിയുള്ളൂ. അപ്പോൾ വേർ ഈസ് ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ വെന്റ് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല ഇല്ല. ഹി വെന്റ് എന്നേ പറയുള്ളൂ. ഉം. അപ്പോൾ എന്തായി? സെൻസ് കംപ്ലീറ്റ് ആണ്. Yes. നെക്സ്റ്റ് അസാനി അൽ മുദർരിസു ഖറജ. അപ്പം എന്തായിരിക്കും? നാമവാക്യം. ഇസ്മുൽ നാമവാക്യം. ഫിഅലിയ. അത് കാരണം ഇസ്മ കൊണ്ടാണ് തുടങ്ങിയത്. ഇസ്മുൽ ഫെയിലിയ അല്ല, ഇസ്മുൽ ജുമലിയ. ഇസ്മുൽ ജുംലിയ അല്ല, ജുംലിയത്തുൽ ഇസ്ം. അൽ ജുംലത്തുൽ ഇസ്മിയ. അൽ ജുംലത്തുൽ ജുംലത്തുൽ ഇസ്മിയ. ഓക്കെ. അൽ ജുംലത്തു സെന്റൻസ് ആണത്. എങ്ങനെയുള്ള സെന്റൻസ് ആണ്? അൽ ഇസ്മിയ, നാമപരമായ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നാമവാക്യത്തിൽ എന്തൊക്കെയുണ്ട്? അൽ മുദരിസു എന്നുള്ളത് മുബ്തദയാണ്, ഖറജ എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. അപ്പോൾ ഖബർ ചിലപ്പോൾ മറ്റൊരു ഘടനയിൽ വരാം. അനുദാഹരണമാണ് ഖറജ എന്ന് പറഞ്ഞത്. ഹുവ ഖറജ എന്നാണല്ലോ. അപ്പോൾ അവിടെ ഒരു ജുംലയാണ് അതിൻ്റെ ഖബർ കേട്ടോ. അപ്പോൾ ഖബർ ഒരു ഇസ്മാകാം, അല്ലെങ്കിൽ ഒരു ജുംലയാകാം. അപ്പം ജുംല ഈ ഫേലും ഫാലും ഉണ്ടാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആകാം. ഓക്കെ. അസാലിസ് ലഹിക്കൽ വലതു അയ്യു നൗഅൻ മിനൽ ജുംല. ഏതിനാൽ ജുംലയാണ്? ഇതാണ് മറ്റേ ഫിഅലിയ. അബൂബക്കർ സാഹിബ് എന്താ പറഞ്ഞത്? ജുംലത്തുൽ ഫീലിയ. ജുംലത്തുൽ ഫേലിയ. ലഹിക്ക, ഹി ലാഫ്ഡ്. അപ്പോൾ ലഹിക്ക എന്ന് പറഞ്ഞപ്പോൾ ഫേല് മാളിയാണ്. അതുകൊണ്ട് എന്തായി? ഫേല് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ജുംല ഫേലിയാണ്. അപ്പോൾ ജുംല അവിടെ ഫേലുമുണ്ട് ഫായിലുമുണ്ട്. ലഹിക്കൽ വലതു. അസ്സുഹൈറു അല്ല അസ്സഹ്റത്തു ജമീലത്തുൻ. അതും അൽ ജുംലത്തുൽ ഫിഅലിയ ആണോ? ജഹറത്ത് ഫേലാണോ? അല്ല ജുംലത്തുൽ ഇസ്മിയത്താണ്. അവിടെ എന്തെങ്കിലും ഒരു ഫേലുണ്ടോ നിങ്ങൾ ഫെയിൽ ചെയ്യാന്ന് പറയാൻ വേണ്ടി? സോറി, അൽ വിശേഷണം. മുദർരിസു ഖറജ എന്ന് പറഞ്ഞിടത്ത് ഒരു ഫെയിലെങ്കിലും അപ്പുറത്തെങ്കിലും ഉണ്ട്. ഇവിടെ അസ്സഹ്റത്തു ജമീലത്തിന് വിശേഷണം എവിടെയുണ്ട്? സഹറത്തു ജമീലത്താണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ വിശേഷണം ഉണ്ടോ? ജമീലത്തുൻ. കഴിഞ്ഞ ക്ലാസ് മുഴുവൻ നമ്മൾ പറഞ്ഞു വിശേഷണമല്ല അത്. അല്ല അതാണ് ശരിയാ. അത് ഖബറാണ്. ഖബറിനെ വിശേഷണം എന്ന് പറയാൻ പാടില്ല. അത് വിശേഷണം ഒരുപക്ഷെ അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് വിശേഷണമായിരിക്കാം. പക്ഷേ അറബി ഭാഷയിൽ അത് വിശേഷണമായാൽ സെന്റൻസ് പൂർത്തിയാവുകയില്ല. അസ്സഹ്റത്തു ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ അപ്പം ഭംഗിയുള്ള പൂവ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഭംഗിയുള്ള പൂവ് അസ്സഹ്റത്തുൽ ജമീല എന്ന് വരണം. അപ്പോൾ അതിന്റെ വിശേഷണമാണെങ്കിൽ. അപ്പൊ അങ്ങനെ പറഞ്ഞത് എന്ത് പൂവാണ്? അസ്സഹ്റത്തു ജമീലത്തുൻ, ദ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. മറ്റേത് വരുമ്പോ അത് വിശേഷണമായിട്ട് വന്നാൽ അസ്സഹ്റത്തുൽ ജമീലത്തു, ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല. Now then I want to talk something about the flower, the beautiful flower. I am going to discuss or speak about a beautiful flower. ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവറിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു, പക്ഷേ ഖബർ പറഞ്ഞില്ല. അതേസമയം ഇവിടെ എന്താണ്? അസ്സഹ്റത്തു, ഐ ആം ടോക്കിംഗ് അബൌട്ട് എ ഫ്ലവർ. ഒരു ഫ്ലവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. What I am saying about the flower, it is beautiful. അത് മനോഹരമാണ് എന്ന് പറയുന്നു.
അതോടുകൂടി സെന്റൻസ് പൂർത്തിയായി. ഉം. അതേസമയം അസ്സഹ്റത്തുൽ ജമീലത്തു എന്നാണ് പറയുന്നതെങ്കിൽ സെന്റൻസ് പൂർത്തിയായില്ല. ഇനി അത് വിശേഷണമാണ് എങ്കിൽ എന്ത് വേണം? അസ്സഹ്റത്തിലെ സ്ത്രീലിംഗമാണ്, അത് ജമീലത്ത് സ്ത്രീലിംഗമാകണം. സഹ്റത്ത് ഏകവചനമാണ്, ജമീലത്ത് ഏകവചനമാകണം. അസ്സഹ്റത്തു ഡെഫിനിറ്റ് ആണ്, ജമീലത്ത് ഡെഫിനിറ്റ് ആണോ? അല്ല. അല്ല. അതോടെ എന്തായി? ബ്രേക്കായി, റൂള് ബ്രേക്കായി. അപ്പൊ അതുകൊണ്ട് അത് വിശേഷണമല്ല, അത് ഖബറാണ്. ഉം. ഓക്കെ, ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഖുർആൻ മനസ്സിലാവില്ല. അതെ അതെ. പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാവും. അൽ-ഖാമിസ് ദഖല താലിബു. വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ്? ജുംലത്തുൽ ഫിഅലിയ. ആൽ ജുംലത്തുൽ ഫിഅലിയാണ്. കാരണം ദഖല എന്ന ഫെയിൽ കൊണ്ടാണ് തുടങ്ങിയത്. അവിടെ ദഖല എന്ന ഫെയിലുണ്ട്, ആ ഫെയിലിൻ്റെ ഫായിലായ താലിബുണ്ട്. അസാദിസ് അല്ലാഹു അക്ബർ. ജുംലത്തുൽ ഇസ്മിയ. ജുംലത്തുൽ ഇസ്മിയ. അപ്പൊ അതിൽ എന്തൊക്കെ പാർട്ടുണ്ട്? നാമുണ്ട്, അതിന്റെ വിശേഷണമല്ല, ഖബറും ഉണ്ട്. ഖബറുണ്ട്, ഇസ്മുണ്ട്, ഖബറുണ്ട്. ഇസ്മുണ്ട്, ഖബറും ഉണ്ട്. ഖബറുണ്ട്. അപ്പൊ അക്ബർ എന്നത് എന്താണ്? ഖബർ. ഖബറാണ്. എന്ത് തരം ഖബറാണ്? എന്ത് തരം വാക്കാണത്? അക്ബർ എന്നുള്ളത് ആധിക്യത്തിന്റെ ആണോ? അക്ബർ എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഫോമാണ്. അതായത് കബീറിന്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് അക്ബറു. അപ്പൊ അതൊരു നൗണുമാണ് കേട്ടോ. അത് സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അത് നൗണായിരിക്കും. ഓക്കെ. അപ്പൊ അള്ളാഹെ കുറിച്ച് ഞാനൊരു വാക്ക് പറയുന്നു. എന്ത് പറഞ്ഞു? അക്ബർ ആണെന്ന് പറഞ്ഞു. അൽ-ആശിർ അയ്യിനിൽ ഇസ്മൽ വൽ ഫിഅല വൽ ഹർഫ ഫീമാ യലി. നേരത്തെ പറഞ്ഞത് മയ്യിസ്, ഡിഫറൻഷിയേറ്റ്, വേർതിരിച്ച് മനസ്സിലാക്കുക. അയ്യിൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഔട്ട്. നമ്മൾ അയ്യിൻ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എന്നും ആകാം, അപ്പോയിൻറ്റ് എന്നും ആകാം. അപ്പോയിൻമെൻ്റ് അല്ല, അപ്പോയിൻറ്റ് എന്നാകാം, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് എന്നുമാകാം. അയ്യിൻ ഇവിടെ എന്താണ്? വെർബ് ഇമ്പെരറ്റീവ് മോഡാണ്, കൽപ്പന രൂപമാണ്. അൽ-ഇസ്മ അയ്യിനിൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ ഫീമാ യലി. എന്ത് ചെയ്യണം? നമ്മൾ അടയാളപ്പെടുത്തണം. എന്ത് നാമമാണോ, ഫിഅലാണോ, വെർബാണോ, ഹർഫാണോ എന്ന്. എന്താ ഹർഫ്? ഹർഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞല്ലോ, ഇല, അല, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് ഇസ്മും ഒറ്റയ്ക്ക് നിൽക്കുമ്പോ മീനിങ് ഇല്ലാത്തത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മീനിങ്, പൂർണ്ണമായ മീനിങ് ഇല്ലാത്തത്. പൂർണ്ണമായ മീനിങ്. അതെ. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ നൗണും വെർബും അല്ലാത്തതെല്ലാം എന്തായിരിക്കും? ഫേലും ഇസ്മും ഫേലും അല്ലാത്തതെല്ലാം ഹർഫാണ് ഗ്രാമറിൽ കേട്ടോ. ഗ്രാമറിൽ പിന്നെ അതല്ല, ഭാഷാപരമായി പറഞ്ഞാൽ ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമാണ്. ഇപ്പം ബ ഹർഫ്, അലിഫ് ഹർഫാണ്. അതേസമയം വാവ്, യ ഇതെല്ലാം എന്താണ്? ഹർഫാണ്. അതെന്തെല്ലാം അവ്യയമായിട്ട് ഉപയോഗിക്കുന്നതാണ്, പാർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ മാത്രമേ ഗ്രാമറിൽ അതൊരു ഹർഫ് എന്ന് പറയാൻ പറ്റൂ. ഇപ്പം ബി ഒരു ഹർഫാണ്, ഒരു അക്ഷരമേ ഉള്ളൂ, അതൊരു ഹർഫാണ്. അല എന്ന് പറഞ്ഞപ്പോൾ അതും ഹർഫാണ്. ഇല എന്ന് പറഞ്ഞിടത്തും വാ ഹർഫാണ്. എല്ലാ വായും ഹർഫാണ്. കുറേ വായ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യം ചെയ്യാനുള്ള വാ പഠിച്ചു, ആൻഡ് എന്നുള്ള വാവ് പഠിച്ചു, വാവൽ വിത്തിതായി പഠിച്ചു, വാവൽ ഇസ്തൈനാഫ് അല്ല, അത് സെൻറ്റൻസ് തുടങ്ങുമ്പോഴുള്ള വാവൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അസാലി അപ്പോൾ എന്ത് ചെയ്യണം? അല്ലവൽ ഖറജൽ മുദരിസു വത്തുല്ലാബു മിനൽ ഫസൽ. എന്തൊക്കെയാണ്? ഖറജ എന്താണ്? ഫിഅലാണ്. അൽ മുദരിസു ഇസ്മാണ്. വത്തുല്ലാബു ഇസ്മാണ്. വാ എന്താണ്? വാ ഹർഫാണ്. മിൻ ഹർഫാണ്. ഫസൽ എന്താണ്? പിന്നെ ഇസ്മാണ്. അസാനി സഅദ്ഹബു ഇലൽ മക്തബത്തി ബഅദ ദർസ്. അപ്പം നേരത്തെ വത്തുല്ലാബ് എന്ന് പറഞ്ഞെടുത്ത് വാ വിട്ടുവാൻ പാടില്ല. ഇവിടെ ഉണ്ട് രണ്ടാമത്തേൽ എന്ത് പറയും? സഅദ്ഹബു. സാ ഹർഫാണെന്ന് പറയുമ്പോൾ നമ്മൾ സീന് ഹർഫാണെന്നാണ് പറയുക. സാ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളൊക്കെ പറയുമ്പോഴത്തേക്ക് സാ എന്നാ പറയല്. ബി സാ ഇതെങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അറബിയിൽ അതിനെന്താ വിളിക്കുക? സീൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരക്ഷരമേ ഉള്ളെങ്കിൽ അതിൻ്റെ പേരാണ് വിളിക്കുക, അതിൻ്റെ ഉച്ചാരണമല്ല പറയുക. ഓക്കെ.
അപ്പോൾ അസ്സീനു ഹർഫുൻ, അസ്ഹബു അദ്ഹബു ഫിയൽ. ഫിയൽ. അസ്ഹബു ഫേലാണ്. ഫെയിലാണ്, മുലാരിയാണ്. ഇല വഇല ഹർഫുൻ. ഹർഫാണ്. അൽ മക്തബത്തു മക്തബത്തല്ല, മലാബ്. അൽ മക്തബത്ത് മക്തബത്തല്ല, മിൽഗബല്ലേ ഉസ്താദെ? ഇലൽ മിൽഗബി. ഇലൽ മൽഗബി. മലാബ്. മലബാണോ ഉള്ളത്? ഓക്കെ, ആ, മലബ്. മൽഗബ്. എൻ്റെ പുസ്തകത്തിൽ മക്തബത്താണുള്ളത്. ആ, ഓഫീസിൽ മക്തബത്ത് പോയി അല്ലെങ്കിൽ കളിക്കാൻ പോയി അല്ലല്ല, മക്തബത്ത് ഓഫീസല്ല. ലൈബ്രറി. ലൈബ്രറി. ഞങ്ങളൊക്കെ ലെഷർ ടൈമിന് ലൈബ്രറിയിലാണ് പോകുന്നത്. നിങ്ങളൊക്കെ ലെഷർ ടൈമിന് കളിക്കാനായിരിക്കും പോണത്. ചെറിയ കുട്ടികളാവും. അല്ല. നമ്മൾ ഓക്കെ, ചെറിയ ഇലൽ മല്ലബി. മല്ലബ് എന്താണ്? പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട്. ബാദ എന്താണ്? ബാദ ഹർഫാണ്. ആ. ഇസ്മാണ്. ദർസ് ഇസ്മാണ്. ദർസ് ഇസ്മ. 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 അതിന്റെ പേര് പറയട്ടാ. മലയാളത്തിൽ പറഞ്ഞില്ലേ, അതിന്റെ പേരിൽ പറയണം. ആ എന്നുള്ളത് അടുത്തത്. ഓക്കെ. അസാലിസ് അഫഹിംത ദർസ യാ അലിയു? നഅം ആ ഫഹിംതു. എന്നുള്ളത് ഉം. ഹർഫ് അപ്പൊ എന്ത് ചെയ്യണം? ആ എന്നാണോ പറയുക? ഒരക്ഷരമാണെങ്കിൽ അതിന്റെ ഉച്ചാരണമല്ല പറയുക. അലിഫ് പറയോ? അലിഫല്ല, ഹംസ. അൽ ഹംസത്തു. അൽ ഹംസത്തു. അൽ ഹംസത്തു ഹർഫുൻ. വഫഹിംത എന്താണ്? ഫഹിംത എന്താണ്? ഫിഅൽ. അദ്ദർസ്. അൽ ഹംസത്തു അദ്ദർസ് ഇസ്മാണോ? അദ്ദർസ് ഇസ്മുൻ. അടുത്തത് യാ. ഹർഫ്. യാ ഹർഫുൻ. അലിയു. അലിയു ഇസ്മ. നഅം ഹർഫ്. അലിയ് ഇസ്മാണ്. നാം എന്താണ്? നാം എന്താ? ഹർഫ്. നാം ഹർഫാണ്. ഓക്കെ. ഫഹിംതു എന്താണ്? ഫിഅലാണ്. ഫഹിംതു ഫിഅൽ. ലാമു ഹർഫ്. ഫിഅലുൻ. ബി ബാ ഹർഫുൻ. القلم اسم. ഓക്കെ. الأحمر. الرابع لا تكتب بالقلم الأحمر. لا എന്താണ്? ലായും ബിയും ഹർഫാണ്. ലായും ലാ ഹർഫാണെന്ന് പറയും. ബി അങ്ങനെയല്ല പറയേണ്ടത്. ലാമ ഹർഫാണ്. ഓക്കെ. ലാമല്ല. ലാ അവിടെ രണ്ടക്ഷരമുണ്ട്. ലാ. അപ്പൊ ലാ ലാ ഹർഫുൻ തക്തുബ് ഫെയിലാണ്. അപ്പൊ ഫെയിലല്ല അമ്ര എന്തായിരിക്കും? ഫെയിലാണ്. ഫെയില് ഇമ്മാ യക്കൂന എന്തായിരിക്കും? ഒന്നുകിൽ അത് മാലി ആയിരിക്കും, അല്ലെങ്കിൽ മുലാരി ആയിരിക്കും, അല്ലെങ്കിൽ അമ്രായിരിക്കും, അല്ലെങ്കിൽ ലഹി ആയിരിക്കും. മുലാരിയാണ്. പിന്നെ ഹർഫാണ്. അൽ ഖലം. ബി എന്ന് പറയാനാ പറഞ്ഞത്. അൽ ബാ ഹർഫുൻ. പിന്നെ അൽ ഖലം. അൽ ഖലം. പിന്നെ അൽ ഖലം ഇസ്മുൻ. പിന്നെ അൽ അഹ്മറു ഇസ്മാണ്. അൽ അഹ്മറു ഇസ്മാണ്. സൂപ്പർലേറ്റീവ് അല്ലേ? സൂപ്പർലേറ്റീവ് ആണോ അഹ്മർ? അല്ലേ? അഹ്മർ സൂപ്പർലേറ്റീവ് ആണോ? അല്ല 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 അഹ്മർ സൂപ്പർലേറ്റീവ് അല്ല. അഹ്മർ അല്ല, സോറി. എന്താണ് അഹ്മർ? എന്താ? അത് നിറത്തിന്റെ പേരാണ്. കളറാണല്ലോ. നിറത്തിന്റെ പേരാണ്. സൂപ്പർലേറ്റീവ് അല്ല. അത് അഹ്മറിന് രണ്ട് ഫോമാണ് ഉണ്ടാകും. ഒന്ന് ഹംറാ. ഹംറാ എന്താണ്? ഹംറാ സ്ത്രീലിംഗവും അഹ്മർ പുല്ലിംഗവും അല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ സൂപ്പർലേറ്റീവ് ഫോം അല്ല അത്. ഓക്കെ. അടുത്തെന്താ? ലം അഗ്സിലിൽ മനാദീല ബിസ്സാബൂനി. അപ്പോ ലം എന്നുള്ളത് ഹർഫാണ്. അഗ്സിൽ എന്നുള്ളത്
ഫിയലാണ്. അൽ ഞാനും മുനാദിയില് മുനാദിയില് ബാ ഹർഫാണ്. സാബൂൻ ഇസ്മാണ്. ലം എന്താണ്? സാബൂൻ ലം ലം ഹർഫ് ലം ഹർഫ്. അഗ്സിൽ ഫിഅല്. അൽ ഫിയല് മനാദിൽ അൽ മനാദിയിലു പിന്നെ ഇസ്മ. ഇസ്മ പിന്നെ അടുത്തെന്താ? ബാ അൽ ബാ ഹർഫുൻ. ബാ സാബൂൻ. സാബൂൻ എന്താ? അല്ല സാബൂൻ ഇസ്മ ഇസ്മ. ഇസ്മ السادس لن أذهب إلى بلدي في عطلة الصيف. ലൻ എന്നുള്ളത് ഹർഫാണ്. لن حرف. അദ്ഹബ് എന്നുള്ളത് أذهب അദ്ഹബ് ഫിയലുൻ. فعل إلى ഇല ഹർഫുൻ. بلدي. ബലദി പിന്നെ ഇസ്മ. ഫി آه. ഹർഫ്. ഉത്ലത്ത് പിന്നെ ഇസ്മ. اسم അസ്സൈഫ് صيف ഇസ്മ. اسم. ഇസ്മ أوكي. ഇവിടെ ഹുവ വരുമ്പോ ഹുവ ഇസ്മാവൂല്ലേ? هو يوടെ ഹുവ هو അടുത്തത് يبحث عن المفتاح. അപ്പോൾ هو എന്താ? هو എന്താണ്? അവൻ എന്നല്ലേ വരുന്നത്? അപ്പൊ അതെ, ഇസ്മല്ലേ? അതെന്താണ്? ഇസ്മാണ്. ആ هو ഇസ്മാണ്. നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ അതിന്? എന്താണ് അല്ല sorry. pronoun. pronoun. So it is a noun. يبحث. يبحث فعل. പിന്നെ عن حرف. വേഗം പറയ്. المفتاح. المفتاح اسم. പിന്നെ ما حرف ما عندي حرف قلم ولا كتاب. ما عندي قلم ولا كتاب. ما حرف. പിന്നെ عندي വാങ്ങിച്ചോട്ടാ. عندي قلم حرف. اسم قلم اسم ولا قلم اسم قلم കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്? വാവന്റെ കലമൻ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അൽവാവു. അൽവാവു ഹർഫുൻ. പിന്നെ ലാ ഹർഫുൻ ലാ കിതാബുൻ ഹർഫുൻ. കിതാബുൻ ഇസ്മുൻ. അന ത്വാലിബുൻ. അന ഇസ്മുൻ. അന എന്താണ്? അന ഇസ്മുൻ. ത്വാലിബുൻ താലിബുൻ ഇസ്മുൻ. طيب اللائي. اللاتي. اللائي എന്താണ്? അവർ അല്ലേ വരിക? അവർ സ്ത്രീകൾ. അല്ലായി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നോ? ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്നു. മറ്റേ യുദ്ധം ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇല്ലല്ല ഈ വലദിനഹും എന്നും പറഞ്ഞിട്ടുള്ളൂ. ഇന്നും മഹാത്തുഹും ഇല്ലല്ല ഈ വലദിനാഹും. ഉമ്മമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാ ഇൻ ഉമ്മഹാത്തുഹും ഇല്ല അല്ലായി. അല്ലായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? അല്ലത്തി. അല്ലാത്തി എന്ന് പറയുന്നതിന് തുല്യമാണ് അല്ലായി. അപ്പം അല്ലത്തിയുടെ ബഹുവചനമാണ് അല്ലാത്തി. അതിൻ്റെ പകരം ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലായി. അല്ലാത്തി എന്നുള്ളത് അല്ലായി എന്നും ഉപയോഗിക്കും. താലിബാത്തുല്ലാത്തി ഔ അല്ലായി. ബ്രാക്കറ്റിലിട്ട് എന്ത് വായിക്കും നമ്മൾ? നമ്മുടെ മലയാളത്തിൽ അഥവാ എന്ന് വായിക്കും. അഥവാ എന്ന് പറയും. അപ്പോൾ അത് ഔ അല്ലെങ്കിൽ അല്ലാത്തി അല്ലെങ്കിൽ അല്ലായി. ഖറജ്ന മിനൽ ഫസ്ലി അൽആന മിനൽ ഫിലിപ്പീനി. طيب تأمل ما يلي. حامد قال أنت قلت أنا قلت نحن قلنا. حامد قام أنت قمت أنا قمت نحن قمنا. ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമ്മളിത് ടേബിൾ പഠിക്കാൻ പറഞ്ഞായിരുന്നു. ടേബിൾ ചൊല്ലി പഠിക്കണം. അപ്പം പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അന അൻത ഹാമിദുൻ സാറ. അൻത എന്താ പറയാ? അൻത സുർത്ത. അന കുംതു. അന അല്ല സാറയാണ്. സാറയാണ്. അന സുർത്തു നഹ്നു സുർന. അപ്പം ഇവിടെ ഇവിടെ കാമയാണെന്ന് പറയുമ്പോൾ അലിഫുണ്ട്. സാറയിലും അലിഫുണ്ട്. പിന്നീട് അൻത പറയുന്നിടത്തും അന പറയുന്നിടത്തും നഹ്നു പറയുന്നിടത്തും ഒന്നും അലിഫില്ല. തയ്യബ്
റുഅസ എന്താണ്? വരും. റഈസ് റഈസിന്റെ പ്ലൂറൽ ബഹുവചനം. ബഹുവചനമാണ് റുഅസ. അതേപോലെ ഫുറൂഖുൻ ഫർക്കിന്റെ ബഹുവചനമാണ് ഫുറൂഖുൻ. ഡിഫറൻസ്. ആ അതേപോലെ അംസിലത്ത് എന്താണ്? മിസാൽ ഉദാഹരണം. മിസാലിന്റെ ബഹുവചനമാണ് അംസിലത്ത്. അംസാലിനൊന്നും പറയും. മസലും അംസാലും മസൽ എന്നുള്ള പോലെ അംസാൽ. മസലിന്റെ ബഹുവചനം അംസാലുൻ, മിസാലുൻ, അപ്പൊ മസലും അംസിലത്തുൻ. മിസാലുള്ള വ്യത്യാസം മസലും മിസാൽ എന്ന് പറഞ്ഞാല് പോലെ, മിസാൽ ഉദാഹരണം, മസലിൻ പോലെ. അല്ല. ആ കമസലിൽ അങ്കബൂത്തി എന്ന് പറഞ്ഞില്ലേ? കമസലിൽ അങ്കബൂത്തി, അങ്കബൂത്തിന്റെ ഉദാഹരണം പോലെയാണ്. പോലെ മറ്റേ ഇവരെന്താ അതേപോലെ അവിടെ മഹ്ലൻ, മഹ്ലൻ പറഞ്ഞല്ലോ, മഹ്ലിൽ കാഫിരീന എന്ന് പറഞ്ഞില്ലേ? മഹ്ലൻ എന്താ? അല്പം വെയിറ്റ് ചെയ്യാനോ? മഹ്ലൻ സാവധാനം. മഹ്ലൻ സാവധാനം. ഖിസ്മുൻ ബഹുവചനം അഖ്സാമുൻ. പിന്നെ അദ്ദമ്മതു വൽ ഫത്ഹതു അൽ കസ്റതു അതും പറഞ്ഞു. ഈ സുബൂത്തുൻ നൂൻ എന്ന് പറയുമ്പോ എന്താ അർത്ഥം വരിക? സുബൂത്തുൻ നൂൻ, സുബൂത്തുൻ നൂൻ എന്താണ്? സുബൂത്ത് എന്ന് പറയുമ്പോ എന്താ വരിക? സബത്തയുടെ ക്രിയാധാതുവാണ് സുബൂത്ത്. സബത്ത ഉറച്ചു നിന്നു, ആ സബത്ത ഉറച്ചു നിന്നു. സുബൂത്ത് ഉറച്ചു നിൽക്കൽ, ഉറച്ചു നിൽക്കൽ. സുബൂത്ത് ഗ്രാമറിൽ സുബൂത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഹദ്ഫ്. സുബൂത്ത് നിലനിൽക്കൽ. സുബൂത്ത് എന്ന് പറയുമ്പോൾ നിലനിൽക്കൽ. അവിടെ അക്ഷരം അവിടെ ഉണ്ടെങ്കിൽ നിലനിൽക്കൽ എന്ന് പറയാം. അപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഉറച്ചത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സുബൂത്ത് നിലനിൽക്കൽ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഹദ്ഫ് ഒഴിവാക്കൽ. അപ്പോൾ അഫ്ആൽ ഖംസയിൽ എന്ത് ചെയ്യും? അഫ്ആൽ ഖംസയിൽ യഫ്അലൂന എന്ന് പറഞ്ഞപ്പോൾ എന്തായി? സുബൂത്ത് നൂനാണ്. യഫ്അലൂന നൂനുണ്ട് അവിടെ, ഉണ്ട്. യഫ്അലൂന എന്ന് പറഞ്ഞപ്പോൾ നൂനുണ്ട്, സുബൂത്ത് നൂനാണ്. നൂനില്ലേ അവിടെ? യഫ്അലൂന എന്ന് പറഞ്ഞിടത്ത് സുബൂത്ത് നൂൻ. ലം യഫ്അലൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഹദ്ഫുൻ നൂനായി, നൂന് കളഞ്ഞു. ഓക്കെ. ഹദറ യഹ്ദുറുവിന്റെ ക്രിയാധാതുവാണ് ഹുദൂർ. അതേപോലെ ഇസ്തരിഹ് എന്നുള്ളത് ഇസ്തറാഹയുടെ കൽപ്പന രൂപമാണ് ഇസ്തരിഹ്. അത് നമ്മൾ ഇസ്ത് ചേർന്നുള്ള ക്രിയ പഠിക്കാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? അതിൻ്റെ മാലി മീനിങ് ഇത് കൊടുക്കാൻ ചെയ്തത്, പദമായിട്ട് കൊടുക്കാൻ ചെയ്തത്. ഇസ്തരിഹ് എന്ന ഓർഡർ ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇസ്തരിഹ്, യു ടേക്ക് റെസ്റ്റ്, യു ടേക്ക് റെസ്റ്റ്. അതിൻ്റെ പ്ലൂറൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്തരിഹിൻ്റെ ബഹുവചനം ഇസ്തരിഹു. കാരണം നമ്മൾ ഇഫ്തഹ്, നീ തുറക്കൂ, ഇഫ്തഹൂ നിങ്ങൾ തുറക്കൂ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇസ്ത് ചേർന്ന ക്രിയ പഠിക്കാത്തതുകൊണ്ട് അതിൻ്റെ മാലി എഴുതിയിട്ടില്ല. അതേസമയം നമ്മൾ പഠിച്ച രൂപം വെച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത രൂപം നമുക്ക് പറയാം. ഇസ്തരിഹ്, ഇസ്തരിഹ്, യു വെയിറ്റ്, നീ വെയിറ്റ് ചെയ്യുമെന്ന് ഒരാളോട് പറയുന്നു. ഇസ്തരിഹു എന്ന് രണ്ടിലധികം ആൾക്കാരോട് പറയുന്നു. അതേപോലെ അത്തായത്തി ഇത്തിയാനൻ, അത്തായത്തിയുടെ ക്രിയാധാതുവാണ് ഇത്തിയാൻ. അപ്പം നമ്മൾ ഇത്തിയാനുൻ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഹദറ യഹ്ദുർ ഹുദൂറുൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്രിയാധാതു ചോദിച്ചാൽ രണ്ട് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ക്രിയാധാതു ഡിക്ഷണറിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹദറ യഹ്ദുറുവിന്റെ ക്രിയാധാതു ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹുദൂറൻ എന്നാണ്. ഹുദൂറൻ ഫത്ഹ് തൻവീനിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു അലിഫും കൂടെ ഉണ്ട്. അതേപോലെ അത്തായത്തി ഇത്തിയാനൻ, രണ്ടും ആവാം അല്ലേ? അപ്പോൾ ഫത്ഹ് തൻവീനിട്ടും എഴുതാം, ലമ്മ തൻവീനിട്ടും എഴുതാം. ഓക്കെ. ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അതിൽ അധികം ഡിക്ഷണറിയിലും 99.9 ഡിക്ഷണറിയിലും
ഫത്തഹ തൻവീനിട്ടായിരിക്കും ക്രിയാദാത് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, സനന്തഖിലു ഇലാ അദ്ദർസിൽ يعني والله عايش ഹലാത്തുൽ മുദാരി സലാസു. നമ്മൾ അത് നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. ഏത് 22ാമത്തെ പാഠം. നമ്മൾ 23ാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത്. അദ്ദർസു സാലിസ് വൽ 20. ബാക്കി നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഇപ്പോൾ ലെൻ വരുമ്പോൾ ലൻ യദ്ഹബ, അതേപോലെ ലൻ യദ്ഹബൂ എന്ന് വരും. ഹബൂന ഉണ്ടാവില്ല. ആ അത് വായിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സാലിസ് വൽ 20. സാലിസ് വൽ 20 23ാമത്തെ പാഠത്തിൽ ഉള്ളത് എന്താണ്? ലെന്നാണെങ്കിലും ലമ്മാണെങ്കിലും ഹബൂ എന്നല്ലേ വരുള്ളൂ അല്ലെ. അതെ അതെ അതെ. ജസ്മാണെങ്കിലും അല്ല, രണ്ടാണെങ്കിലും ജസ്മാണെങ്കിലും ജസ്മാണെങ്കിലും നസ്ബാണെങ്കിലും രണ്ടും നദ്ഫിന്നൂന് ഹസ്ഫിന്നൂന് ഹദ്ഫിന്നൂൻ. ഓക്കെ. അപ്പൊ ഇവിടെ ജമ്മ മുസക്കർ സാലിമിന്റെ അടയാളങ്ങളാണ് പഠിക്കുന്നത്. ബഹുവചനം, സുരക്ഷിത ബഹുവചനം നമ്മൾ പറഞ്ഞായിരുന്നു. സുരക്ഷിത ബഹുവചനം. സുരക്ഷിത ബഹുവചനങ്ങളുടെ അടയാളങ്ങൾ എങ്ങനെ വരും എന്നാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മളത് വ്യക്തമായി പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, നമ്മൾ വായിക്കുമ്പോഴത് സൂചന തരാം. പിന്നെ ഇഷ്റൂന എന്ന് പറഞ്ഞ ഊനയുടെ എന്താ പറയുക, 10കൾ വരുമല്ലോ. 20, 30, 40, 50. അവയ്ക്ക് ഒരു പേരുണ്ട്. അത് നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. പിന്നെ സംഖ്യ 21 മുതലുള്ള സംഖ്യകളും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ആവർത്തിച്ച് വരുന്ന പ്രയോഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഈ പാഠത്തിൽ ഫോക്കസ് ചെയ്യുന്ന സംഭവം. ഓക്കെ. ജാഫറുൻ ഐനൽ മുദർരിസൂന ഐനൽ മുദർരിസൂന ലാ ദഖലുൽ ഫുസൂല വലാ ഹും ഫീ ഗുർഫത്തിൽ മുദർരിസീന. അപ്പം ആവർത്തി വരുന്ന സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐനൽ മുദർരിസൂന 2 കാര്യവും അതിലുണ്ട്. ഒന്ന്, ഊന വന്ന നാമം ഐനൽ മുദർരിസൂന. അതിൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല, കാരണം അതിൻ്റെ ഊന മാറേണ്ട സാഹചര്യമൊന്നും വന്നിട്ടില്ല. ഐനൽ മുദർരിസൂന, വേർ ആർ ദ ടീച്ചേഴ്സ്. ലാ ദഖലുൽ ഫുസൂല വലാ ഹും ഫീ ഗുർഫത്തിൽ മുദർരിസീന. ഇപ്പം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന രൂപം. ഇംഗ്ലീഷിൽ നമ്മൾ നെയ്തർ നോർ ഉപയോഗിക്കും. ഇംഗ്ലീഷിൽ നെയ്തർ നോർ ഉപയോഗിക്കും. അതുപോലെ ഇവിടെ അറബിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാ ദഖലുൽ ഫുസൂല, അവർ എന്ത് ചെയ്തില്ല? ലാ ദഖലു അൽ ഫുസൂല, ക്ലാസ്സുകളിൽ അവർ പ്രവേശിച്ചില്ല. വലാഹും ഫീ ഗുർഫത്തിൽ മുദർരിസീൻ. ഗുർഫത്തുൽ മുദർരിസീൻ എന്താ? മുദരിസിന്റെ മുറിയിലും മുദരിസ്മാരുടെ മുറിയിലും ടീച്ചേഴ്സ് റൂമിലും അവരില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്. അപ്പം ലാ ദഖലു വലാ ഹും എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ദേ ആർ നെയ്തർ entered in the class nor available in the day. Neither they entered in the they neither entered in the classes nor available in the staff room. വലാഹും ഫീ ഖുർഫത്തിൽ മുദർരിസീൻ. അതൊന്ന്. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫീ ഖുർഫത്തിൽ മുദർരിസീന. ആദ്യം പറഞ്ഞത് ഐനൽ മുദർരിസൂന. രണ്ടാമത് പറയുന്നത്
വലാഹും ഫി ഖുർഫത്തിൽ മുദർരിസീന. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ സീന വന്നു, മുദർരിസീന വന്നു? അവിടെ ഇലാഫത്താണ് ഇലാഫത്ത് ചെയ്യുമ്പോൾ ഈന വന്നു. ഇലാഫത്ത് ചെയ്യുമ്പോൾ ജെറ് ചെയ്യണം. അപ്പോൾ ജെറിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഊനയെ ഈനയാക്കും. ഓക്കെ, അതിനാൽ അظن أنهم في اجتماع أظن أنهم في اجتماع في اجتماع ചേർത്ത് വായിക്കുമ്പോൾ ഹംസത്തുൽ വസ്ൽ പോകും. في اجتماع أظن أنهم في اجتماع I think they are in a meeting. اجتماع മീറ്റിംഗ്. ഇജ്തിമാന്റെ മാറി എന്താണ്? ഇജ്തിമ. നമ്മൾ ആ പേര് പഠിച്ചില്ല, അതുകൊണ്ട് അതിലേക്ക് പോകണ്ട. ഇജ്തിമ എന്ന് പറയാം, നോൺ പഠിക്കാം. അല്ല, ഇജ്തിമ എന്താണ്? ഇജിത്തമാന്ന് വരില്ല. ഇജ്തിമയാണ് പേര്. അറഅയ്തൽ മുദരിസീന അൽ അപ്പൊ ജുദുദ. മെറ്റെന്നേ വരുള്ളൂ. കേട്ടില്ല. മെറ്റെന്നേ വരുള്ളൂ. മെറ്റല്ല. ഇജ്തിമ എന്ന് പറഞ്ഞാൽ ഗ്യാതേഡ്. ഒരുമിച്ച് കൂടി. ജിത്തിമാ ഒരുമിച്ച് കൂടൽ. ജിത്തിമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടൽ എന്നാണ്. ജിത്തമ ഒരുമിച്ച് കൂടി. ഗ്യാദർ. അതൊന്നും ജിത്തിമാൻ മീറ്റിംഗ് അത് നമ്മളതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്. നമ്മൾ മറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് അല്ല ഉപയോഗിക്കുക. ഇതേ ഗ്യാതറിംഗ് എന്നല്ല നമ്മൾ പറയുക. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗ്യാതറിംഗ് ബട്ട് എ മീറ്റിംഗ്. ടീച്ചേഴ്സ് ആർ ഇൻ എ മീറ്റിംഗ്. അറഅയ്തൽ മുദർരിസീന. അപ്പോൾ ഇവിടെ എന്തോന്നു? മുദർരിസീന എന്ന് തോന്നുന്നു. നേരത്തെ ഖുർഫത്തിൽ മുദർരിസീന എന്ന് പറഞ്ഞെടുത്ത് മുദർരിസീന എന്താണ് അടയാളം? ജറാണ്. കാരണം ഇലാഫത്ത് കാരണമായി കസ്റാണ് വരേണ്ടത്. ഇവിടെ എന്താണ്? അറഅയ്തൽ മുദർരിസീന. ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നെസ്ബാണ്. നെസ്ബിന് പകരമാണ് ഈന വന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ പഠനവും അറബിയിലെ നോർമൽ പഠനവും തമ്മിലുള്ള വ്യത്യാസം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ പത്ത് വരുന്ന എല്ലാ ഉദാഹരണം കുറേ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കസ്റ വരുന്ന ഉദാഹരണം പറഞ്ഞത്. ഇവിടെ രണ്ട് ഒരുമിച്ചാണ് പറയുന്നത്. ജറായിരുന്നാലും നെസ്ബായിരുന്നാലും ഈന എന്നാണ് വരിക. അപ്പോൾ അറഅയ്തൽ മുദർരിസീന അൽ ജുദുദ. അപ്പം നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കാം. അൽ മുദർരിസീനയുടെ വിശേഷണമാണ് അൽ ജുദുദ്. കാരണം അൽ മുദർരിസീന പ്ലൂറലാണ്, അല്ലുണ്ട്, മസ്കുലിനാണ്. അൽ ജുദുദും അതേപോലെ അല്ലുണ്ട്, പ്ലൂറലാണ്, മസ്കുലിനാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷണമാണത്. അപ്പം ആ വിശേഷണത്തിന് എന്താണ്? ജുദുദ് എന്നാണ്, നെസ്ബാണുള്ളത്. അപ്പോൾ ഇവിടെ മുദർരിസീനയ്ക്കും നെസ്ബായിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടെ പറയും. അതെ, ഒബ്ജക്റ്റ് ആണ്, മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് നസ്ബ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ഈന എന്ന് വന്നത് നെസ്ബാണോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കിൽ, അതിന്റെ വിശേഷണമായ പദം വന്നിട്ടുണ്ടെങ്കിൽ വിശേഷണ പദത്തിന് എന്തടയാളമാണെന്ന് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നെസ്ബാണോ എന്ന് അറിയാൻ പറ്റും. അൽ ജുദുദ. ജുദൂദിന്റെ ഏകവചനം എന്താണ്? ജദീദ്. ഓക്കെ, ജാഫർ. അജാഅ അൽ മുദർരിസൂന അജാഅ മുദർരിസൂന ജുദുദുൻ. അജാഅ മുദർരിസൂന ജുദുദുൻ. അപ്പൊ എന്താ അർത്ഥം? വന്നോ? അൽ മുദർരിസൂന ജുദുദുൻ. അധ്യാപകർ വന്നോ? പുതിയ അധ്യാപകർ വന്നോ? അജാഅ മുദർരിസൂന ജുദുദുൻ. അപ്പൊ ഇവിടെ പുതിയ അധ്യാപകർ വന്നോ എന്നാണ്. പുതിയ അധ്യാപകർ വല്ലവരും വന്നോ? മലയാളത്തിൽ നമ്മൾ ചോദിച്ചാൽ, മലയാളത്തിൽ പറഞ്ഞാൽ പുതിയ അധ്യാപകർ വല്ലവരും വന്നോ എന്നാണ്. കാരണം എന്താ? വല്ലവരും എന്ന് പറയാൻ കാര്യം എന്താ? ഇവിടെ ഡെഫിനിറ്റ് അല്ല. അൽ ജുദൂദും പറഞ്ഞിട്ടില്ല, അൽ മുദർരിസൂനും പറഞ്ഞിട്ടില്ല. അപ്പൊ
നമുക്കറിയുന്ന പുതിയ അധ്യാപകർ വന്നോ എന്നല്ല ചോദ്യം. പുതിയ മറ്റു അധ്യാപകർ വല്ലതും പുതിയ അധ്യാപകർ വല്ലതും വന്നോ? പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങിയല്ലോ, പുതിയ അധ്യാപകർ വല്ലതും വന്നോ? എല്ലാം പഴയ അധ്യാപകർ തന്നെയാണോ എന്നാണ് ചോദ്യം. അതേപോലെ മറ്റൊരു സംഗതി, അ ജാ അ എന്ന ഏകവചനമാണ് ഉപയോഗിച്ചത്. കാരണം എന്താ? ഫെയില് കഴിഞ്ഞിട്ടാണ് ഫായില് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫെയിൽ ശരി. ആദ്യം പറഞ്ഞാൽ ഏകവചനം പറഞ്ഞാൽ മതി. ഹായ്. ഫിയായില് മുൻകടന്നാല് അതെ, ഫെയില് മുൻകടന്നാൽ ഫെയില് മുഫ്രദാക്കി പറഞ്ഞാൽ മതി. അപ്പൊ അജാ അൽ മുദർരിസൂന, അതിനാൽ നഅം ജാഅ ഖംസതു മുദർരിസീന ജുദുദിൻ. ജാഅ ഖംസതു മുദർരിസീന. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സംഖ്യയിലേക്ക് പോവുകയാണ്. ഖംസതു മുദർരിസീന. അപ്പൊ മുദർരിസീന എന്നത് എന്താണ്? ബഹുവചനമാണ്, പുല്ലിംഗമാണ്. അപ്പൊ എന്ത് ചെയ്തു? സ്ത്രീലിംഗ സ്ത്രീലിംഗ ഏകവചനമാണ്. അതിന് എന്ത് ചെയ്ത് സംഖ്യ ഉപയോഗിക്കേണ്ടത്. സംഖ്യ സ്ത്രീലിംഗ ബഹുവചന ഏകവചനമാണ് ഉപയോഗിക്കേണ്ടത്. ഖംസതു മുദർരിസീന, ഖംസതു മുദർരിസീന. അതേപോലെ സംഖ്യയ്ക്ക് ശേഷം വരുന്നത് ജറ് ചെയ്തിട്ടാണ് പറയേണ്ടത്. ഖംസത്തു തുല്ലാബിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അർബഅത്ത് തുല്ലാബിൻ എന്നാ പറഞ്ഞത്. അപ്പോ ഇവിടെ എന്ത് ചെയ്തു? മുദർരിസീനയ്ക്ക് ജറ് ചെയ്തു. അതിന്റെ അപ്പുറത്ത് നോക്കുക. അതെ, അതിന്റെ അപ്പുറത്ത് നോക്കുക. അതിന്റെ വിശേഷണത്തിന് അതിന് ജറുണ്ട്. അതിന് ജറുണ്ട്. ജുദുദിൻ, മുദർരിസീന ജുദുദിൻ. റഅയ്തു അഹദഹും ഫിൽ മക്തബത്തി ഖബല ഖലീലിൻ. അപ്പൊ പറയുന്നയാൾ പറയാണ് റഅയ്തു അഹദഹും, ഒരാളെ കണ്ടു. ഒരാള്. അപ്പോ അഹദൻ ഒരാള്, അഹദുഹും അവരിൽ ഒരാള്, കണ്ടു. അഹദുഹും അവരിൽ ഒരാളെ. അപ്പോ റഅയ്തുവിന്റെ മഫ്ഊലും ബിഹി ആയതുകൊണ്ടാണ് അഹദ എന്ന് ഉപയോഗിച്ചത്. റഅയ്തു അഹദഹും ഫിൽ മക്തബത്തി ഖബല ഖലീലിൻ. എന്നെ എവിടെ വെച്ച് കണ്ടു? ലൈബ്രറിയിൽ വെച്ച് കണ്ടു. ഖബല ഖലീലിൻ, കുറച്ചു മുമ്പ്. അപ്പൊ ഖബലയ്ക്ക് ശേഷം വരുന്നതിന് എന്ത് ചെയ്യണം? ജറ് ചെയ്യണം. ഖബല ഖലീലിൻ. ഇസ്മുഹുൽ ഹുസൈൻ ഇബ്നുൽ ഹസൻ. ഇസ്മുഹുൽ ഹുസൈൻ ഇബ്നു ഹസൻ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഹുസൈൻ ഇബ്നു ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹുസൈൻ ഇബ്നു ഹസന്റെ മകൻ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യദ്ഖുലു അഹദുൽ മുദർരിസീന. ഇവിടെ എന്ത് പറയുന്നു? റഅയ്തു അഹദഹും, ഞാൻ അവരിൽ ഒരാളെ കണ്ടു. അപ്പൊ റഅയ്തുവിന്റെ മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് അഹദിന് നസ്ബ് ചെയ്തു. യദ്ഖുലു അഹദുൽ മുദർരിസീന, അഹദ് അപ്പൊ യദ്ഖുലുവിന്റെ കർത്താവായതുകൊണ്ട് അഹദിന് നമ്മ കൊടുത്തു. യദ്ഖുലു അഹദുൽ മുദർരിസീന. പിന്നെ അതേപോലെ അഹദ് അതിന് ശേഷം വരുന്നത് എന്തായിരിക്കും? അവരിൽ ഒരാൾ എന്ന് വരുമ്പോൾ എന്തായിരിക്കും? അത് ഇളാഫത്തായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് അഹദുൽ മുദർരിസീന, അധ്യാപകരിൽ ഒരാൾ. അൽ വന്നാൽ ജുദുദിൻ എന്നാണ് പറയാ, അൽ ജുദുദി. അപ്പോൾ മുദരിസീന നമ്മൾ ജറ് ചെയ്തുകൊണ്ട് ജുദുദീനും ജറ് കൊടുത്തു. അൽ മുദരിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തുല്ലാബു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ മർഹബൻ യാ ഉസ്താദ്. വെൽക്കം യാ ഉസ്താദ്. അൽ മുദരിസ്. അഷ്കുറുക്കും യാ ഇഖ്വാൻ. അഷ്കുറുക്കും, ഐ താങ്ക് യു. അഷ്കുറു, ഐ താങ്ക്. കും, യു, നിങ്ങൾക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. യാ ഇഖ്വാനു, ഓ ബ്രദേഴ്സ്. كم طالبا في فصلكم يا هذا؟ كم طالبا في فصلكم هذا؟
കമ്മിന് ശേഷം കമ്മിന് ശേഷം തംയീസാക്കി നസ്ബ് ചെയ്ത് പറയണം. കം താലിബൻ, എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഫീ ഫസ്ലിക്കും ഹാദ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഉൽബത്തു ഹാദിഹി അല്ലേ? അപ്പോൾ ഈ പാക്കറ്റ്. അതേപോലെ ഫീ ഫസ്ലിക്കും ഹാദ, നിങ്ങളുടെ ഈ ക്ലാസ്. ഫസ്ലുക്കും ഹാദ, നിങ്ങളുടെ ഈ ക്ലാസ്. ഫീ ഫസ്ലിക്കും ഹാദ, നിങ്ങളുടെ ഈ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? മറു ഫീഹി അർബഊന താലിബൻ, ഫീഹി അർബഊന താലിബൻ. ഇപ്പം നമ്മൾ നോക്കുക, മുസ്ലിമൂന അല്ലെങ്കിൽ മുദരിസൂന എന്ന് പറയുന്നത് പോലെയാണ് അർബഊന എന്ന് പറയുന്നത് അല്ലേ? അർബഊന 40. അപ്പോൾ ഇഷ്റൂന മുതൽ എല്ലാത്തിനും എന്താവും? തിസ്ഊന വരെ എന്തുണ്ട്? ഊനയുണ്ട്. മിൻ ഇഷ്റൂന മിൻ ഇശ്രീന ഇല തിസ്ഈന. അപ്പോൾ 20 മുതൽ 90 വരെ എന്തുണ്ട്? ഊനയുള്ള രൂപങ്ങളാണ്. അതിന് അറബിയിൽ ഉഖൂദ് എന്നാണ് പറയുക കേട്ടോ. ഉഖൂദ് എന്നാണ് പറയുക. അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്, അൽ ഉഖൂദ്. അപ്പോൾ അൽ മുദരിസ് വലാകിന്നനി അറാ 25 താലിബൻ. ലക്കിന്നി അറ, പക്ഷേ ഞാൻ കാണുന്നു. ആരെ കാണുന്നു? 5 കാണുന്നു. വ 20, 5 വ 20, 25. അപ്പം എന്ത് ചെയ്തു? ഇവിടെ അറ ആയതുകൊണ്ട് ഞാൻ കാണുന്നു. ആരെ കാണുന്നു? 5. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ നസ്ബ് ചെയ്തു. വ 20, 25 താലിബൻ. താലിബൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം 5 എന്താണ്? സ്ത്രീലിംഗമാണ് അല്ലെ? താലിബ് എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പം എന്ത് ചെയ്യണം? ഇശ്രീനെ നമ്മൾ ഇഷ്റൂന അർബഊന ഈ ഉഖൂദിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? സ്ത്രീലിംഗമാക്കുന്നില്ല. ഇഷ്റൂന എപ്പോഴും ഇഷ്റൂന ആയിരിക്കും, സ്ത്രീലിംഗമായിരുന്നാലും പുല്ലിംഗമായിരുന്നാലും. അതേപോലെ തിസ്ഈന വരെ അല്ലെങ്കിൽ തിസ്ഊന വരെയും എന്തായിരിക്കും? ഉഖൂദ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനെ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല? ജെൻഡർ ഡിഫറൻസ് ബാധകമാകുന്നില്ല അതിന്. അതേസമയം ജെൻഡർ ബാധകമാകുന്നില്ല. അതേസമയം അതിൻ്റെ ചില്ലറ വരുന്നുണ്ടല്ലോ. 25 എന്ന് പറഞ്ഞില്ലേ? അപ്പം 25 എന്ന് പറഞ്ഞു. ആ 5 എന്താക്കണം? നമ്മൾ മുമ്പ് ചില്ലറ പറഞ്ഞതുപോലെ 1 മുതൽ 10 വരെ, 3 മുതൽ 10 വരെ പറഞ്ഞതുപോലെ അതിനെന്ത് ചെയ്യണം? താലിബ് സ്ത്രീലിംഗമാണെങ്കിൽ അല്ല പുല്ലിംഗമാണെങ്കിൽ 5 സ്ത്രീലിംഗമാകണം. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ എന്താണ്? ഇവിടെ ഏകവചനമാണ് ഉപയോഗിക്കുക. ആദ്യം പറയണം. ഏകവചനമാണ് ഉപയോഗിക്കുക. താലിബൻ. നേരത്തെ ഇവിടെ എന്ത് പറഞ്ഞു? ഇവിടെ നേരത്തെ ഒരു സംഖ്യ ഇവിടെ പറഞ്ഞല്ലോ. ഓക്കെ, ജാഅ 5 മുദർരിസീന എന്ന് പറഞ്ഞില്ലേ? ജാഅ 5 മുദർരിസീന അല്ലേ? ജാഅ 5 മുദർരിസീന. അപ്പം എന്ത് ചെയ്തു? 5 വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മുദർരിസീന എന്ന് ബഹുവചനല്ലേ പറഞ്ഞത്? 5. അപ്പോൾ 1 മുതൽ 10, 3 മുതൽ 10 വരെ പറയുമ്പോൾ എന്ത് ചെയ്യണം? ബഹുവചനമാണ് ഉപയോഗിക്കുക അല്ലേ? നമ്മൾ പഠിച്ചല്ലോ, നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ഇവിടെ 25 താലിബൻ. അവിടെ താലിബ് ഏകവചനമാണ് ഉപയോഗിക്കുക. ഓക്കെ, 21 മുതൽ 14 മുതൽ. ഓക്കെ,
13 മുതൽ ഖംസത്തൻ വൈശ്രീന ത്വാലിബൻ. ഫഖത്ത് ഫഖത്ത് പറഞ്ഞല്ലോ, എന്തായിരുന്നു ഫഖത്ത്? ഓൺലി. ഉള്ളി. ഫഖത്ത് ഫഖത്ത് എന്നതാണ് ഫാ ചേർത്തിട്ടാണ് പറയുക. കത്ത് എന്ന് പറഞ്ഞാൽ തീരെ എന്നാണ് അർത്ഥം. ഫഖത്ത് എന്ന് പറയുമ്പോൾ ഒള്ളി എന്ന് പറയാൻ വേണ്ടി ആ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഐനൽ ആഖറൂന, ആഖറൂൻ, ആഖറൂൻ മറ്റുള്ളവർ എവിടെ? ഐനൽ ആഖറൂൻ, അപ്പോൾ മറ്റുള്ളവരെവിടെ? ഉമർ ഹും ഗായിബൂനൽ യൗമ, അവരെന്താണ്? അവരെന്താണ്? സംസാരിക്കണ്ടല്ലോ. ഗായിബുകളാണ്, ഗായിബൂനാണ്. ഹും ഗായിബൂനൽ യൗം, അവരെല്ലാം ഇന്ന് ആബ്സെന്റ് ആണ്. അയ്യു കിതാബിൻ തഖ്റഊന, അയ്യ കിതാബിൻ തഖ്റഊന, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അയ്യ വരുമ്പോ അയ്യ വരുമ്പോഴത്തേക്ക് അയ്യയെ മുന്തിക്കും. പക്ഷേ അയ്യ ഏത് സ്ഥാനത്താണോ ഉള്ളത് അതനുസരിച്ചാണ് അതിന് അടയാളം കൊടുക്കുക. അയ്യക്ക് വേണ്ടല്ലോ. അയ്യക്ക് വേണ്ടേ? അല്ല, അയ്യടെ എപ്പോഴും പത്തല്ലേ വരിക, വേറെന്തിനേക്കാളും. അയ്യു കിതാബിൻ ഹാദ, ഫി അയ്യി ഷൈഇൻ, അത് പിന്നെ മിൻ അയ്യി ഷൈഇൻ. അത് മുമ്പേ കെസ്റ് വന്നതുകൊണ്ട്, വരുന്ന പദം വന്നതുകൊണ്ടല്ലേ. അതെ, ഇവിടെ എന്താണ്? ഇവിടെ അയ്യ. അപ്പൊ ഇവിടെ ഇതിന്റെ സ്ഥാനത്താ വന്നിട്ടുള്ളത്, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായതുകൊണ്ട് അയ്യ എന്ന് പറഞ്ഞു. അയ്യ കിതാബിൻ, പിന്നെ അയ്യിന് ശേഷം അയ്യി ഷൈ വന്നാലും കെസ്റ് കൊടുക്കണം. അയ്യ കിതാബിൻ, ഏത് പുസ്തകമാണ്? തഖ്റഊന, നിങ്ങൾ വായിക്കുന്നത്. അതിനാൽ നഖ്റഉ ഹാദൽ കിതാബ് ഇസ്മുഹു ഖിസസുൻ നബിയ്യീൻ. ഖിസസുൻ നബിയ്യീൻ എന്നതാണ് ആ പുസ്തകമാണ് ഞങ്ങൾ വായിക്കുന്നത്. നഖ്റഉ ഹാദൽ കിതാബ്, ഞങ്ങൾ ഈ പുസ്തകമാണ് വായിക്കുന്നത്. ഇസ്മുഹു അതിന്റെ പേര് ഖിസസുൻ നബിയ്യീൻ എന്നാണ്. ഖിസസുൻ നബിയ്യീൻ. അൽ മുദരിസ് ലിമൻ ഹുവ. അപ്പം ഇത് ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റാണ്. ലിമൻ ഹുവ എന്തിനെ കുറിച്ച് പറയുന്നു? ഒരു കിതാബ്, ഒരു ഗ്രന്ഥം പറയുമ്പോൾ അതിനെക്കുറിച്ച് ലിമൻ ഹുവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓദറിനെ പറയുമ്പോൾ ലി ഉപയോഗിച്ചിട്ടാണ് പറയുക. ലിമൻ ഹുവ, അത് ആരുടെയാണ്, ആർക്കുള്ളതാണെന്ന് എന്നല്ല പറയുക. ഇവിടെ പുസ്തകത്തിൻ്റെ ഓദർ ആയതുകൊണ്ട് ലിമൻ ഹുവ, മലയാളത്തിൽ പറഞ്ഞാൽ അത് ആരുടെ പുസ്തകമാണ്. ഹു ഹാസ് റിട്ടൺ ദാറ്റ് എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ ലിമൻ ഹുവ എന്നാണ് ചോദിക്കേണ്ടത്. അതിനാൽ ഹുവലി ഫളീലത്തി ഷെയ്ഖി അബിൽ ഹസനിൻ നദ്വി, അതെന്താണ്? ഹുവ ലി ഫളീലത്തി ഷെയ്ഖി, ഫളീലത്ത് എന്താ? ശ്രേഷ്ഠനായ. ഫളീലത്തി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ഗുരു, ശ്രേഷ്ഠ ഗുരുവര്യനായ അബുൽ ഹസൻ. അപ്പോൾ എന്ത് അബുൽ ഹസൻ എന്ന് പറഞ്ഞില്ല? ഫളീലത്തിൻ്റെ പകരമാണ് അബി ഉള്ളത്. ഹുവലി ഫളീലത്തി, അപ്പോൾ ലി വന്നതുകൊണ്ട് ഫളീലത്തിന് കെസ്റ് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അബിക്ക് ജെറിയണം. അബിക്ക് ജെറി ചെയ്താൽ അബുൽ ഹസൻ എന്നാ പറയുക, അബുൽ ഹസൻ എന്നല്ല പറയുക. അബുൽ ഹസൻ. ഹസൻ എന്തുകൊണ്ട് കെസ്റ് വന്നു? ഇലാഫത്ത് ചെയ്തുകൊണ്ട് ഹസന്. ഇപ്പൊ ഇന്ന് ദീർഘശ്വാസമൊക്കെ എടുത്തിട്ടാവുന്നത്. എന്ത് ചെയ്തു? ജെറി ചെയ്തു. അന്നദിവിയ്യി, നദ്വിക്ക് എന്ത് ചെയ്തു? എന്തുകൊണ്ട് ജെറി ചെയ്തു? അബിയുടെ വിശേഷണമാണ് കേട്ടാ.
അപ്പൊ നദവി എന്താണ് അർത്ഥം? നദ്വി എന്ന് പറഞ്ഞാൽ നദ്വത്തുൽ ഉലൂം എന്ന് പറഞ്ഞ കോളേജിൽ പഠിച്ചത് കൊണ്ടാണ് നദ്വി എന്ന് പറയുന്നത്. നദ്വത്തുൽ ഉലൂം ഉമറാബാദ് അല്ല, ഉമറാബാദ് അല്ല, നദ്വി ഉമറാബാദിൽ പഠിച്ചത് നദ്വത്തുൽ ഉലൂം ലക്നൌവിലാണ്. ലക്നൌവിലുള്ള സ്ഥാപനമാണ് നദ്വത്തുൽ ഉലൂം. മദനി അപ്പൊ അങ്ങനെയാ. അതെ, അതാണ് നദ്വി. മദനിയോ? ഉം. മദനി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മദനിയും ഡ്യൂപ്ലിക്കേറ്റ് മദനിയും ഉണ്ട്. ഒറിജിനൽ മദനി എന്ന് പറഞ്ഞാൽ അത് മദീനത്തുൽ ഉലൂം മദീന എന്താണ് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. ജാമിയത്തുൽ ഇസ്ലാമിയ ബി മദീനത്തിൽ മുനവ്വറ പഠിച്ചവരാണ് മദനി. പിന്നെ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ പഠിച്ചവർക്കും മദനി എന്ന് പറയും. അതെവിടെ പുളിക്കൽ? പുളിക്കൽ എവിടെയാണ്? കോഴിക്കോട് അടുത്തല്ലേ? മലപ്പുറം ജില്ലയിൽ. ഓക്കെ. മലപ്പുറം കോഴിക്കോട് ബോർഡറിലാവുന്നു അല്ലേ? ഇപ്പം നമ്മൾ ഈ ഭാഗം വായിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടം വരെ വന്നത്. ഇപ്പം ഇവിടെ നിൽക്കട്ടെ. എന്താന്ന് പറഞ്ഞാൽ മറ്റേ മദനിയും അപ്പൊ ഇവിടെ പഠിച്ചതായിരുന്നു മദീനത്ത് യൂണിവേഴ്സിറ്റിയില്. അങ്ങനെ ഒരു ഡിഗ്രി അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ഡിഗ്രി കൊടുക്കുന്നതെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയിലേക്ക് നമ്മൾ പോകണ്ട. എവിടെയെങ്കിലും പഠിക്കട്ടെ. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളായി. അപ്പോൾ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നദ്വി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫേമസ് ആണ്. അതെന്താണ്? ലക്നൌവിലെ നദ്വത്തുൽ ഉലൂം എന്ന പ്രശസ്തമായ സ്ഥാപനമാണ്. വളരെ ആധികാരികമായും പഠിക്കുന്ന, എന്താ പറയുക, നമുക്കറിയാമല്ലോ, അബുൽ ഹസൻ അലി നദ്വി അറിഞ്ഞൂടെ? ആ അർത്ഥത്തിലാണ് അത്. ആ ഗ്രേഡിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവിടുത്തെ പണ്ഡിതന്മാർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പഠിച്ചു വരുന്നവർ. ഓക്കെ. അപ്പം ആ ഗ്രന്ഥകർത്താവിനെ പറയുമ്പോൾ എന്ത് പറയും? ലീ ഉപയോഗിച്ചിട്ടാണ് പറയുക. അപ്പം ലിമൻ ഹുവാന്ന് ചോദിച്ചു. അപ്പം ആരുടെ ഗ്രന്ഥമാണ് എന്ന അർത്ഥത്തിൽ, ആരെഴുതിയ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ആരുടെ ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ ലീ ആണ് ഉപയോഗിക്കുക. അതേപോലെ ഹുവ ലി ഫളീലത്തി ഷേഖ്, അത് ഈ ഷേഖിൻ്റെതാണ് എന്ന് പറയുന്നതിന്, അദ്ദേഹം എഴുതിയതാണ് എന്ന് പറയുന്നതിന് ലീ ഉപയോഗിച്ചിട്ടാണ് എഴുതുക, ഗ്രന്ഥകർത്താവിനെ സൂചിപ്പിക്കുമ്പോൾ. ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്ന വീഴ്ചകൾ അവൻ പരിഹരിച്ചു തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇذനില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.